കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ആരാണ് ഉത്തരവാദി? അധ്യാപകർക്കെതിരെ ആരോപണം ഉയർന്നിട്ടും ദൃശ്യങ്ങളും തെളിവുകളും പുറത്തു വന്നിട്ടും ന്യായീകരണവുമായി രംഗത്തെത്തുകയാണ് കോളേജ് മാനേജ്മെന്റ്. ജീവനൊടുക്കാൻ കാരണം ലോൺ ആപ്പ് ഭീഷണി എന്നാണ് മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. ജാതി വിവേചനം നടന്നെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. പ്രിൻസിപ്പാളിന്റെ മുറിയിലെത്തിയ നിതിനോട് ലോൺ ആപ്പിൽ നിന്ന് അധ്യാപികയുടെ റെഫറൻസ് നമ്പർ ഒഴിവാക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ഉണ്ടായത്. ലോൺ എടുത്തത് സഹോദരി ഭർത്താവ് അശോകന് വേണ്ടിയെന്ന് നിതിൻ പറഞ്ഞു. ഇതോടൊപ്പം പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ വെച്ച് നിതിനുമായി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട പുതിയ CCTV ദൃശ്യങ്ങളും കോളേജ് അധികൃതർ പുറത്തുവിട്ടു. എന്നാൽ മാനേജ്മെന്റിന്റെ വാദം തള്ളി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കി 9ാം ദിവസമാണ് മാനേജ്മെന്റിന്റെ വാർത്താക്കുറിപ്പ് പുറത്തുവരുന്നത്. നിതിൻ രാജിന്റെ മരണത്തിന് കാരണം ലോൺ ആപ്പ് ഭീഷണിയാണെന്ന് MD അദ്നാൻ സിദ്ദിഖ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സഹോദരി ഭർത്താവിന് വേണ്ടി ലോൺ എടുത്ത നിതിൻ അധ്യാപികയുടെ നമ്പർ റഫറൻസായി നൽകിയതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ജാതി വിവേചന ആരോപണം തെറ്റാണെന്നും വാർത്താക്കുറിപ്പിലുണ്ട്. അധ്യാപികയുടെ നമ്പർ റഫറൻസ് നമ്പറിൽ നിന്നും മാറ്റാൻ നിതിനോട് ആവശ്യപ്പെട്ടു. അധ്യാപികയുടെ നമ്പർ നൽകിയിട്ടില്ലെന്ന് നിതിൻ രാജ് ആവർത്തിച്ചു. ഇതോടെ അധ്യാപിക സൈബർ സെല്ലിൽ പരാതി നൽകാൻ തീരുമാനിച്ചു. ഇതിന് പിന്നാലെയാണ് നിതിൻ രാജ് ജീവനൊടുക്കിയത്. കോളേജിന് പുറത്ത് നിതിൻ രാജ് ഉൾപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം കോളേജിന്റെ ഭാഗത്തു നിന്ന് പരമാവധി സഹായിച്ചു. കൗൺസിലിംഗ് നൽകുമെന്ന ഉറപ്പ് നൽകി രക്ഷിതാക്കൾ നിതിനെ കൂട്ടിക്കൊണ്ടുപോയി. കോളേജിലും പോലീസ് സ്റ്റേഷനിലും ഇത് സംബന്ധിച്ച് രേഖാമൂലം എഴുതി നൽകിയിരുന്നു. അധ്യാപികമാർ നിരന്തരം ആവശ്യപ്പെട്ടാണ് നിതിൻ തിരികെ കോളേജിലെത്തിയതെന്നും മാനേജ്മെന്റ് പറയുന്നു. കോളേജിലെ അധ്യാപകരും ജീവനക്കാരുമടക്കം ഒരാൾക്കെതിരെയും നിതിൻ രാജ് പരാതി നൽകിയിട്ടില്ല. പ്രിൻസിപ്പലിന്റെ ചേംബറിൽ വെച്ച് നിതിനുമായി അധ്യാപകരും പ്രിൻസിപ്പലും സംസാരിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളും കോളേജ് അധികൃതർ പുറത്തുവിട്ടു. അതേസമയം മാനേജ്മെന്റിന്റെ വിശദീകരണം തള്ളി കുടുംബം രംഗത്തെത്തി. അന്വേഷണം ലോൺ ആപ്പിൽ മാത്രമായി ഒതുക്കാനാണ് ശ്രമം നടക്കുന്നത്. ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വിചാരണയും കുറ്റപ്പെടുത്തലുമാണ് നിതിനെ തളർത്തിയത്. പ്രിൻസിപ്പൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളെ വിളിച്ചിട്ടില്ലെന്നും തനിക്ക് വേണ്ടി ലോൺ എടുത്തുന്ന വാദം തെറ്റാണെന്നും നിതിന്റെ സഹോദരി ഭർത്താവ് അശോകൻ പറഞ്ഞു. പ്രിൻസിപ്പല് നിതിൻ രാജിനെ വിളിപ്പിച്ചെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കോളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ലേ. പ്രത്യേകിച്ച് ഈ പറയുന്ന മുമ്പ് ഞാനും അച്ഛനൊക്കെ പോയപ്പോൾ അവിടെ എന്റെ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. എന്റെ നമ്പറിലേക്കൊന്നും കോൾ വന്നിട്ടില്ല. എനിക്ക് തരാനായിട്ടാണ് അവൻ എടുക്കുന്നതെന്ന് നിതിൻ രാജ് എന്നോട് പറഞ്ഞിട്ടുമില്ല, കുക്കു എന്നോട് പറഞ്ഞിട്ടില്ല. അതുപോലെ സഹോദരിമാരും അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. പോലീസ് അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ നീക്കം. നിതിന്റെ മരണം സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. അതേസമയം ആശുപത്രിയിലെത്തിക്കുമ്പോൾ നിതിന് നേരിയ തോതിൽ ഹൃദയമിടിപ്പുണ്ടായിരുന്നതായി ഡോക്ടർമാർ പോലീസിന് മൊഴി നൽകി. നട്ടെല്ലിനും ശ്വാസകോശത്തിനും സംഭവിച്ച ക്ഷതമാണ് മരണകാരണം. ഇത് രക്തം കട്ടപിടിക്കാൻ കാരണമായി. അരയ്ക്ക് മുകളിൽ ഇരുവശത്തും ദ്വാരമുണ്ടാക്കി കട്ടപിടിച്ച രക്തം പുറത്തു കളയാൻ ശ്രമം നടത്തിയെങ്കിലും പൾസ് കുറഞ്ഞതോടെ പരാജയപ്പെട്ടുവെന്നാണ് ഡോക്ടർമാർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. സംഭവത്തിൽ ആരോഗ്യ സർവകലാശാല നിയോഗിച്ച അന്വേഷണ സംഘം കോളേജിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കി. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് റിപ്പോർട്ട് കൈമാറുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.